വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. തിരുവാലി പഞ്ചായത്തിൽ കാട്ടുപന്നിവേട്ട. ഒറ്റ രാത്രിയിൽ വെടിവെച്ച് കൊന്നത് 13 കാട്ടുപന്നികളെ. കൃഷിനാശം വ്യാപകമായതിനെ തുടർന്നാണ് നടപടി. തിരുവാലി പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാണ്. കൂട്ടമായി എത്തുന്ന കാട്ടുപന്നിക്കൂട്ടം വ്യാപകമായാണ് കൃഷികൾ നശിപ്പിക്കുന്നത്. ഇത് കർഷകരെ സംബന്ധിച്ചിടത്തോളം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. കൃഷിയിടത്തിന് പുറമെ ജനവാസ മേഖലകളിലും പന്നികൾ കൂട്ടമായി എത്തുന്നത് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയന്റെ നിർദ്ദേശപ്രകാരമാണ് വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പന്നിവേട്ട നടത്തിയത്. ടീം 13 കാട്ടുപന്നികളാണ് ഇന്നലെ വെടിവെച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഇപ്പോഴത്തെ സമൂഹത്തിൽ കൃഷിയിടങ്ങളിൽ മറ്റു കാര്യങ്ങളും പന്നികളുടെ ശല്യങ്ങൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പന്നികളുടെ ശല്യം കാരണം പല കർഷകരും അതിന് വിട്ടുപോയിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടായത്. എന്നിരുന്നാലും ഇങ്ങനത്തെ ഇന്നലെ 13 എന്നാണ് നമുക്ക് ഇന്നലെ ഷൂട്ട് ചെയ്യാൻ സാധിച്ചത്. അത് വീണ്ടും തിരുവാലി പഞ്ചായത്തിനെ സംബന്ധിച്ച് തുടർന്ന് പോകും. തിരുവാലി പഞ്ചായത്തിൽ നമ്മൾ നേരത്തെയും തുടർന്നു വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നേരത്തെയും നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇതിപ്പം പുതിയ ഭരണസമിതി വന്ന് ആ ഭരണസമിതി വീണ്ടും കർഷകർക്ക് വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുള്ളത് നമുക്ക് ബോധ്യമുള്ളതുകൊണ്ടാണ് ആ ഒരു ടീമിനെ നമ്മൾ വീണ്ടും മുന്നിലിറക്കിയത്. അതുകൊണ്ട് എല്ലാ ആൾക്കാരും കൂടെ നിൽക്കണം കേട്ടോ. എന്തായാലും നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും. ഇന്നിപ്പോ ഒരു 13 പന്നീനാണ് നമ്മൾ ഷൂട്ട് ചെയ്തത്. അപ്പം അത് ഇനി തുടർച്ച ഇനി വീണ്ടും ഉണ്ടാവും കേട്ടോ. എന്തായാലും കർഷകരുടെ പ്രശ്നങ്ങൾ നമ്മൾ നന്നാക്കും. വനംവകുപ്പിന്റെ എംപാനൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഷാർപ്പ് ഷൂട്ടറും എറിയാട് സ്വദേശിയുമായ KP ഷാനാണ് പന്നികളെ വെടിവെച്ച് വീഴ്ത്തിയത്. കണക്കെടുപ്പിനും പരിശോധനയ്ക്കും ശേഷം പന്നികളുടെ ജഡം ശാസ്ത്രീയമായി സംസ്കരിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവാലി. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ.